ഹായ് ഗൈസ്, ഒരു മോർണിംഗ് ഡേ സ്റ്റാർട്ട് ചെയ്യാം. വായോ, ഒരു കട്ടൻ കുടിച്ച് ഡേ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അവൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എൻ്റെ കുറച്ച് അസൈൻമെൻറ്റ്സ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കണം. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ എൻ്റെ റൂമിൽ ചെയ്യാൻ ഇത് കഴിഞ്ഞിട്ട് അസൈൻമെൻറ്റ് എഴുതാൻ പോവാം. ഓക്കെ, കാരണം അസൈൻമെൻറ്റ് തൊട്ടും 5 അസൈൻമെൻറ്റ്സ് ഉണ്ട് എനിക്ക്. ബാക്കി കാണാം, ചിലപ്പോൾ എഴുതി നടക്കുമെന്തോ അറിയില്ല. അസൈൻമെന്റ് ഞാൻ മാത്രമേ എഴുതി കൊടുക്കട്ടെ, ബാക്കി എല്ലാവരും കൊടുത്തേറും. അപ്പം അവ 5 ദിവസത്തേക്ക് എനിക്ക് സംഭവം മാറ്റി തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയേ പറ്റും. അപ്പം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് കവർ പേജ്. ഇതാണ് ആദ്യം ചെയ്യുന്നത് തന്നെ ഞാൻ. ഇതാണ് ഞാൻ പഠിക്കുന്നത്. ഓൺലൈൻ വഴി ഒരു ട്രെയിനിങ് ആണ് ഞാൻ പഠിക്കുന്നത്. അപ്പം കുറേ ദിവസം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. അങ്ങനെ അസൈൻമെൻറ്റ്സ് ഒന്നും എഴുതാൻ പറ്റില്ല. പക്ഷേ എങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എവിടെ നിന്ന് തുടങ്ങാം, എവിടെ നിന്ന് അവസാനിക്കാം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ നടക്കുന്നില്ല. ഒരു സീക്രറ്റ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. സീക്രറ്റ് ബുക്കാണ് ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ ട്രൈ ചെയ്തത്. ഇതിനകത്ത് പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ. നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ എഴുതിയിട്ടുള്ളതാണ്. ട്രെയിനിങ് ആണ് ഞാൻ പഠിക്കുന്നത്. അപ്പം കുറേ ദിവസം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഈ ഫസ്റ്റ് അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കൊടുത്തേക്കുന്ന ഇതിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളത്. കാരണം ആൻസേഴ്സ് തന്നെ നമ്മൾ എഴുതണം കേട്ടോ. കാരണം ഇത് എങ്ങനെ എഴുതണമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പിടി കിട്ടുന്നില്ല. എനിക്ക് മടിയാവുന്നു എഴുതാൻ. അതിനു മുമ്പേ നമുക്ക് ഈ ടേബിളൊന്ന് ക്ലീൻ ചെയ്താലോ. ഈ ടേബിളിന്റെ അവസ്ഥ കേട്ടോ. കാരണം ഇവിടെ നിന്ന് ലൈറ്റ്സ് ഒക്കെ തൂക്കിയിട്ടുണ്ട്, എല്ലാം പൊട്ടിപ്പോയി. അങ്ങനെ കുറച്ച് ക്രാഫ്റ്റിംഗ് പരിപാടിയൊക്കെ എനിക്കുള്ളതുകൊണ്ട് എല്ലാം അവിടെ തന്നെ ഫ്ലോപ്പായിപ്പോയി അവസ്ഥ. ഇതൊന്ന് ക്ലീൻ ആക്കാലോ. പിന്നെ ഗൈസ്, ഇത് മാത്രമല്ല പരിപാടി, എനിക്ക് ആര്യവർക്കിന്റെ പരിപാടിയും കൂടെ ഉണ്ടല്ലേ. ഉണ്ടാവും എൻ്റെ സംഭവം. എൻ്റെ ആര്യവർക്കിന്റെ സൂചി കാണാത്ത പല സാധനങ്ങളും ചിലവർക്ക് കണ്ടിട്ടുണ്ടാവും, ചിലവർ കണ്ടിട്ടില്ല. ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ആര്യവർക്കിന് ഇത് ഞാൻ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. ഈ ഒരു ഇത് അതുപോലെ ഞാൻ പെയിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഞാൻ എന്താ പറയുക, ഇതെനിക്ക് എന്താ MPTC കയറുന്നത് എനിക്ക് സത്യം പറഞ്ഞ ഡ്രോയിങ്സിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടി മേടിച്ചുള്ള സംഭവം ഇങ്ങനെ അനങ്കോലെ കിടക്കുന്നത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതെന്താ എല്ലാ തയ്ക്കുന്ന ആൾക്കാരുടെ കയ്യിൽ ഇത്ര സംഭവങ്ങൾ മാറ്റി വെക്കണം, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ കണ്ടല്ലോ. അപ്പം നമുക്ക് ആദ്യം പെയിൻറ്റിങ്സ് ഇതടി കളഞ്ഞിട്ടുണ്ട് ഗൈസ്. ഈ സംഭവങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇല്ലല്ല, മിക്കവരുടെ വീട്ടിലും ഇതേപോലത്തെ സംഭവം തൂക്കിയിട്ടുണ്ട്. കാരണം ഞാൻ ചുമ്മാ ക്രാഫ്റ്റ് ചെയ്തതാണ് ഈ സംഭവം. ഇതും പകുതിയോളം അവിടെ ഇട്ടിട്ട് പിന്നെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കും. അതും ഇതിടെ കിടക്കട്ടെ. അടുത്ത വന്നിട്ട് അതിൻ്റെ പേർപ്പസാണ് പേപ്പേഴ്സ്. ഓക്കെ, ഹർഷയുടെ ആധാർ കൊണ്ടുവന്ന സംഭവം അതും ഇവിടെ കിടക്കട്ടെ. കുറച്ച് ബ്രഷ്, യെസ്, അതും ഇവിടെ തട്ടാം. അത് കഴിഞ്ഞിട്ട് എൻ്റെ കസിൻസിൻ്റെ ഫോട്ടോസ് ഇതിൻ്റെ അടുത്ത് കിടപ്പുണ്ട്. കാരണം മേളിൽ നിന്ന് തറയിൽ വീണതാണ്. എന്താ ചെയ്യാനാ. ഇതാണ് എനിക്ക് എൻ്റെ മിച്ചുവിൻ്റെ മെമ്മറി. പിന്നെ വിസ്മയ, ആരോമൽ, എല്ലാവരും ഉണ്ടല്ലോ. കുറച്ച് സംഭവങ്ങളുണ്ട്, അതെല്ലാം ഇങ്ങനെ ഇവിടെ തട്ടും. അത് കഴിഞ്ഞിട്ട് അമ്മാമ്മയുടെ വീട്ടിലും പിന്നെ ബാക്കിയുള്ളത് പൊട്ടിപ്പോയി നിന്നു. അങ്ങനെയായിട്ട് പൊട്ടിടാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം. എൻ്റെ ബുക്ക് ചിലവർക്കൊക്കെ മനസ്സിലാകുമല്ലോ. ഈ ബുക്ക് മോരിസോറി ടെസ്റ്റ് മേടിച്ച് വെച്ചിട്ട് കുറേ ദിവസമായി. നിങ്ങൾ വിചാരിക്കും ഇത് അറിയാലോ, ടേപ്പ്. എനിക്ക് മിഷൻ ഉണ്ടായിരുന്നു, മിഷനൊക്കെ പൊട്ടിപ്പോയി. അതിന് മുമ്പേയൊക്കെ മേടിച്ച സംഭവം ടേപ്പ്. ഓക്കെ, അതിനെയും ഇതിൻ്റെ അകത്തിട്ടു. നിങ്ങളടുത്ത് പറഞ്ഞില്ലേ ഞാൻ ഇന്ന് എഴുതത്തില്ലത്, കാരണം ഈ ഒരു വൃത്തിയാക്കലിൻ്റെ കൂടെ ഞാൻ എന്ന് മനസ്സിലായില്ലേ. ഇതാണ് എൻ്റെ അവസ്ഥ എപ്പോഴത്തെ. വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് കണ്ടോ. ഞാൻ ഇവിടെ ഇത്രയും വൃത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ അവിടെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡേ ഇൻ മൈ ലൈഫൊന്നും ഇതുമല്ല, പക്ഷേ എന്തോ ഇന്ന് വീട്ടിലിരുന്നപ്പോൾ ചെയ്യാൻ തോന്നിയതാണ്. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.